ഞാൻ അതും പറയണോ? ഞാനിത് ഇപ്പൊ പോസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല്, ഞാൻ എൻ്റെ ഈ ഫ്ലാറ്റിലെ ഭയങ്കര അടിപൊളി വ്യൂ സ്റ്റോറി ഇട്ടായിരുന്നു. അതിൽ നമ്മളെ പോഡ്കാസ്റ്റിന്റെ ഒരു ലിസണർ സ്റ്റോറിക്ക് റിപ്ലൈ ചെയ്ത്, നീ ഈ അഡ്രസ്സിലാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. അതൊന്ന് എൻ്റെ അഡ്രസ്സ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാം? അപ്പം പറയാം, ഞാൻ ഇവിടെ ആയിരുന്നു കുറച്ചു കാലം താമസിച്ചിരുന്നേന്ന്. ഞാനിങ്ങനെ പടച്ച തമ്പുരാനെ, സ്റ്റോക്കേഴ്സ് എന്നൊക്കെ. അതെ. അപ്പൊ ഞാൻ എന്നിട്ട് ഈ ഫ്ലാറ്റിൽ ഇപ്പോൾ ഞാനിപ്പോൾ 16th ഫ്ലോറിലാണ് താമസിക്കുന്നത് വിചാരിച്ചോ, ഫോർ എക്സാമ്പിൾ. അപ്പോൾ എന്താ, നിങ്ങള് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ലിഫ്റ്റ് കയറണം, താഴേക്ക് ഇറങ്ങണം, പോകണം, ഒരു ഫ്രിക്ഷൻ കൂടുതലാണ്. ഇതൊക്കെ ഫസ്റ്റ് വേൾഡ് പ്രോബ്ലംസ് ആണ്. ഞാൻ ഇത് ഭയങ്കര വലിയ പ്രശ്നങ്ങളാക്കി പറയുന്നതല്ല, ഞാൻ ജസ്റ്റ് സംസാരിക്കാനുള്ള ഒരു പോഡ്കാസ്റ്റിൽ ഞങ്ങൾ ചുമ്മാ അങ്ങനെ സംസാരിക്കുന്നു. അതെ, എത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് നിർത്തുന്നതിന് മുന്നേ ഇവിടെ സമയം എത്ര സമയം? പുതിയ വാച്ച സമയം ഇവിടെ വൈകുന്നേരം 7 മണിയാണ്. എത്ര ടെമ്പറേച്ചർ ഇതിൽ കാണൂല. ഇവിടുത്തെ ടെമ്പറേച്ചർ 18 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ആൻഡ് റെയിനിങ്. പിന്നെ സമ്മറിന് ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താന്ന് വെച്ചാല്, ഇവിടെ ഇപ്പത്തെ ഒരു അവസ്ഥയില് രാവിലെ ഒരു 5:45 സൂര്യൻ ഉദിക്കും. പക്ഷെ സൂര്യൻ അസ്തമിക്കാന്ന് പറഞ്ഞാൽ രാത്രി 9:10 ആവും. അപ്പൊ നമുക്ക് മോർണിംഗ് പറഞ്ഞാൽ ഇത്രക്കും കൂടുതൽ സമയം. മോർണിംഗ് അല്ല, ഡേ ടൈം. ഡേ ടൈം. അപ്പൊ നമുക്ക് കൊറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ പൊതുവെ വിന്റർ 6 ദിവസം പണി, 4 ദിവസം ലീവും കിട്ടുന്നുണ്ട് സമ്മർ ആയതുകൊണ്ട്. കാരണം ആഴ്ചയിൽ 10 ദിവസം. അതെ, കാരണം വിന്ററിലൊക്കെ വൈകുന്നേരം 4 മണിക്ക് രാത്രിയാവുമായിരുന്നു. ബാക്കിയുള്ള ഒരു സമയമൊക്കെ പറഞ്ഞാൽ യൂഷ്വൽ ടൈം 7 o'clock ഒക്കെ ആകുമ്പോൾ സൺസെറ്റ് ആവും. ഇത് 9 PM സൺസെറ്റ് ആയതുകൊണ്ട് ഭയങ്കര സുഖം. ലൈക്ക് ഡേ ടൈം കുറെ ഉണ്ടായിട്ട് കുറെ ആക്ടിവിറ്റീസും കാര്യമൊക്കെ ചെയ്യാനൊക്കെ, അല്ലെങ്കിൽ കാഴ്ചകളൊക്കെ കാണാൻ കുറച്ചും കൂടി ബെറ്റർ ആണ്.